ഹലോ, വെൽക്കം ടു മൈ സെറീൻ സ്പേസ്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു യാത്രയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ പുതിയ കാറിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യാറുണ്ട് ഈ നാട്ടിലേക്ക് മിക്കവാറും. പിന്നെ ട്രെയിനിലും പോകാറുണ്ട്. നമ്മുടെ പഴയ വണ്ടിയിലായിരുന്നു യാത്ര. I10 കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് യാത്രകൾ നമ്മുടെ ആ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വണ്ടി പോയപ്പോൾ കുഞ്ഞൊരു വിഷമമൊക്കെ തോന്നി. പിന്നെ ചേഞ്ചസ് നമുക്ക് എന്തായാലും ലൈഫിൽ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മളതിനെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി വന്നു. കുറച്ചും കൂടെ കംഫർട്ടായിട്ടും ഒക്കെ യാത്ര ചെയ്യാനായിട്ടാണല്ലോ നമ്മൾ പുതിയ ഒരു സംഭവത്തിൻ്റെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ട്. അപ്പം ഞങ്ങളുടെ യാത്ര മെയ് 1 തീയതി രാവിലെ ഒരു 6:30 ആയപ്പോൾ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചതാണ് ചെന്നൈയിൽ നിന്ന്. അപ്പോൾ അന്നത്തെ ക്ലൈമറ്റ് അത്യാവശ്യം ചൂടാണ്. ചെന്നൈയിൽ കത്തിരിക്കാലം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അന്ന് അധികം വെയിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഉച്ചയ്ക്ക് മുന്നേ വരെയായിട്ട് നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് അത്യാവശ്യം നല്ലതായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. ഇത് സാധാരണ ഗതിയിൽ നമ്മൾ ചെന്നൈയിൽ നിന്ന് പോന്നു കഴിഞ്ഞ് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് നാഷണൽ ഹൈവേ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് സ്പീഡിൽ പോരാൻ പറ്റും. അതായത് നമുക്ക് ആ ഹൈവേയിലുള്ള സ്പീഡ് ലിമിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. പക്ഷേ ഇത്തവണ കുറേ സ്ഥലത്ത് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നൈ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ നിറയെ ഫ്ലൈ ഓവേഴ്സാണ്. അധികം ഇതുപോലെ നാഷണൽ ഹൈവേയിലൊന്നും അധികം നമുക്കിങ്ങനെ സിഗ്നലോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. സ്പീഡ് നമുക്ക് അങ്ങനെ സമയം വേസ്റ്റായി പോവില്ല, വേഗം പോരാം. നമ്മളുടെ സമയം ബ്ലോക്കിലും കാര്യങ്ങളിലും ഒന്നും അങ്ങനെ പോവില്ല. പക്ഷേ ഇത്തവണ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് ചില സൈഡിലൊന്നും ഇതുപോലെ 3 വരി പാതയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം സൂപ്പർ ഹൈവേ ഒക്കെ മാറി അവിടെ എല്ലാം ഒതുങ്ങി ഒരു വരി മാത്രമേ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അത് കാരണം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം 1 തീയതി പബ്ലിക് ഹോളിഡേ ആണ്. പിന്നെ ശനിയും ഞായറും വരുന്നതുകൊണ്ട് എല്ലാവരും നാട്ടിലേക്ക് പോകുന്നു, ട്രിപ്പ് പോകുന്നു. അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു കേട്ടോ. മൊത്തം കാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പല സ്ഥലത്തും പയ്യെ ഒന്ന് നിർത്തി നോക്കി. പക്ഷേ അവിടെ വണ്ടികൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്ര തിരക്കായിരിക്കുമെന്ന്. അങ്ങനെ വിട്ട് പോന്ന് 9 മണിയൊക്കെ കഴിഞ്ഞപ്പം ശരിക്കും വിശന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കണ്ടെടുത്ത് ഇറങ്ങി ഭക്ഷണം കഴിച്ചു. ദോശയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. വീഡിയോ എടുക്കാനായിട്ട് ഇപ്പം ആ തിരക്ക് കണ്ടാലും അറിയാമല്ലോ, അത്രയ്ക്ക് തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ചായ കുടിച്ചതിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പോഴാണ് നമുക്ക് ഭഗവാനുള്ള മുല്ലപ്പൂ കിട്ടിയത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മുല്ലപ്പൂ വാങ്ങിക്കണം, മുല്ലപ്പൂ മാല തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് ടോള് കഴിഞ്ഞപ്പോഴാണ് ഈ മുല്ലപ്പൂവും ഇപ്പോൾ ഈ കക്കിരി ഉണ്ടല്ലോ, കുക്കുംബർ, അതൊക്കെ കിട്ടിയത്. ഇത് തമിഴ്നാട്ടിൽ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. സിറ്റിയിലൊക്കെ ഉണ്ടാവും ഇത്. ഈ പച്ചക്കറി കടയിലും പിന്നെ അല്ലാതെയൊക്കെ ഇങ്ങനെ ഒരു ഉന്തുവണ്ടിയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കും ഇങ്ങനത്തെ കക്കിരിയൊക്കെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കറക്റ്റ് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഒരു നല്ല പ്രായമായൊരു ആളായിരുന്നു അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ വേണം എന്ന് വിചാരിച്ചിട്ടല്ല, എന്നാലും അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ പാറു കാർ സീറ്റിലിരുന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഈ ലോങ് ഡ്രൈവിൽ എപ്പോഴും പിള്ളേർക്ക് കാർ സീറ്റ് ഭയങ്കര സേഫുമാണ്. പിന്നെ നമുക്കും കുറച്ച് കൺവീനിയൻ്റ് ആണ് ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ, ഇരിക്കുമ്പോഴൊക്കെ. പിള്ളേരെ ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ. അപ്പോൾ ലഞ്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ കണ്ടത്. ലഞ്ചും ഇതുപോലെ തന്നെ നല്ല തിരക്കുള്ളത് കൊണ്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വെജിറ്റേറിയൻ തന്നെയാണ് കഴിച്ചത്. അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ലഞ്ചും പിന്നെ ഞാൻ ഒരു ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചത്, വെജ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ പോവാണ്. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും നല്ല ആകാശമൊക്കെ ഇങ്ങനെ ഒരു കളറൊക്കെ മാറി നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മുടെ ആ ലോങ് ഡ്രൈവിലിങ്ങനെ നാഷണൽ ഹൈവേ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് ആസ്വദിക്കാനായിട്ട് ഇതൊക്കെ തന്നെയാണുള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ ആകാശവും ആ കളറും ഒക്കെ ശരിക്കും ആ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് അതൊക്കെ ശരിക്കും നമുക്ക് ആ ചേഞ്ചസൊക്കെ ശരിക്കും നമ്മളിങ്ങനെ വേറെ ഒന്നും ചെയ്യാതെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അത് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ.
അപ്പം ആകാശം ഒന്ന് മാറി നല്ലൊരു സൂര്യൻ്റെ ഒരു ഓറഞ്ച് കളറൊക്കെ ആയി വന്നപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്താണ്. പിന്നെ ചായ കുടിക്കാനായിട്ട് കോയമ്പത്തൂർ എത്തിയപ്പോഴേക്കും ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ അവിടെ പപ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പപ്സൊന്നും യാത്ര ചെയ്യുമ്പോൾ കഴിക്കാൻ തോന്നിയില്ല. കാരണം ഈ മൈദയല്ലേ, ഗ്യാസ് കയറുന്നത് വയറിലിങ്ങനെ വന്ന് ഇതൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ വയറങ്ങ് വീർത്ത് വരുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ഒരു കുഞ്ഞു കഷ്ണം കേക്ക് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ പാറുവിന് ഇന്ന് ഇതുപോലത്തെ ഒരു കേക്ക് വാങ്ങിച്ചു കൊടുത്തത്, ഒരു പേസ്ട്രി കേക്ക് വാങ്ങിച്ചു കൊടുത്തത്. അവൾക്ക് ഇന്ന് എൻ്റെ സിസ്റ്ററുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ രാവിലെ വിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കേക്ക് കിട്ടിയതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പാറുവിനും കേക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വാങ്ങിച്ചതാണ് കേട്ടോ. ചായ കുടിക്കില്ല പാറു, അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ചായ കുടിച്ച് ഇനിയും നമുക്ക് യാത്ര തിരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കുറേ സമയം ഇങ്ങനെ ബ്ലോക്കിലൊക്കെ പോയതുകൊണ്ട് നമ്മൾ എത്തുമ്പോൾ പാതിരാത്രിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് രാത്രി വണ്ടി ഓടിക്കുന്ന പരിപാടി നമുക്കില്ല. നമ്മളെപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മാക്സിമം ഒരു 8 മണി, അതിൽ കൂടുതൽ വണ്ടി ഓടിക്കാറില്ല. അത് എവിടെയാണോ എത്തുന്നത് അവിടെ താമസിക്കുക, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം യാത്ര ചെയ്യുക, അതാണ് ശീലം. എപ്പോൾ പോയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിതാ കുതിരാൻ കയറുവാണ്. അപ്പോൾ കണ്ടോ, നല്ല രാത്രിയായി. പാലക്കാട് എത്തിയപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വീട്ടിലോട്ട് എത്തുമ്പോഴും കുറച്ച് സമയമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും താമസിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാറിലിരുന്ന് തന്നെ 1-2 സ്ഥലം, ഇപ്പം നമുക്ക് താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അടുത്തായിട്ടുള്ള നമുക്ക് താമസിക്കാനുള്ള ഹോട്ടൽസൊക്കെ ഒന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പരിചയം എന്തെങ്കിലും ഉണ്ട്, നേരത്തെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് വിളിച്ച് ചോദിക്കും, അങ്ങനെയാണ്. അപ്പം ഞാനൊരെണ്ണം ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ സ്ഥലം എവിടെയാണെന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ പണ്ട് കുതിരാൻ ഈ ടണൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഈ ടണലിൽ കയറാൻ വേണ്ടി തന്നെ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്തതിൽ ഇങ്ങനൊരു സംഭവം ഇല്ല. ഇതിൽ കയറുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. പാറു പറയണം പാറിന് പേടിയാവുന്നു എന്നായിരുന്നു. നമുക്ക് തന്നെ ഇത് ഒരുപാട് എന്താ പറയുക, യാത്രയൊന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല. ഈ ചെന്നൈ കേരളയാണ് കൂടുതലും ചെയ്തേക്കണത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു സംഭവങ്ങൾ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ താമസിക്കുന്നിടത്ത് ഹോട്ടലിലെത്തി. അപ്പോൾ അവിടെ ഇതേപോലെ ഒരു കുഞ്ഞൊരു ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു അകത്ത്. അപ്പോൾ അത് പാറു, അതിൻ്റെ ഉള്ളിൽ മീനും ഉണ്ട്. അപ്പോൾ മീനിങ്ങനെ കണ്ട് അവളങ്ങനെ മീനുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂം ജസ്റ്റ് കയറി ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടൊന്ന് ചുമ്മാ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇത് നമ്മൾ താമസിക്കുന്നത് വെറുതെ എവിടെയെങ്കിലും താമസിക്കാറില്ല. അപ്പം നമുക്ക് അവിടെ എവിടെയെങ്കിലും അത്യാവശ്യം രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് നോക്കിയിട്ടാണ് എപ്പോഴും ഇങ്ങനെ താമസിക്കുന്ന സ്ഥലത്ത് റൂം ബുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ചുമ്മാ താമസിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് പോകുന്നതിലും അവിടെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അതും കൂടെ കണ്ടു പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സന്തോഷമല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന്. അപ്പം അങ്ങനെ നമ്മളിവിടെ വന്ന് അത്യാവശ്യം ഞങ്ങൾ ഇങ്ങനെ കാണാതെ ബുക്ക് ചെയ്താണെങ്കിൽ പോലും നല്ല റൂമായിരുന്നു. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള റൂമായിരുന്നു കേട്ടോ. അപ്പോൾ ബെഡ്, പിന്നെ ഒരു സോഫയൊക്കെ ഉണ്ട്, ഒരു കുഞ്ഞ് ഫ്രിഡ്ജ് വരെ ഉണ്ടായിരുന്നു അതിൽ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുണ്ട്, TV എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ വാഷ്റൂം ആണെങ്കിലും നല്ല ക്ലീനായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് നമ്മളുടെ രാത്രി ഇവിടെയാണ്. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയാണ് നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ, നെക്സ്റ്റ് വ്ലോഗിൽ പറയാം. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം കാണുമ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലാവും എവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്നുള്ളത്. കാരണം ഇത് അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ കേരളത്തിലാണ്, പാലക്കാടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കുള്ളൂ. ഈ വന്നിട്ടില്ലെങ്കിൽ പോലും ഈ സ്ഥലത്തെ പറ്റി അറിയാത്ത ആൾക്കാർ കേരളത്തിൽ ആരും ഉണ്ടാവില്ല. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഏകദേശമൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ചുറ്റി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും നാളെ രാവിലെ വരേണ്ടതാണല്ലോ. രാത്രി ഭംഗിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.